ഗായ്സ്, നമ്മളിപ്പോൾ ബ്രൗണീസും കുക്കീസും കഴിച്ചിട്ടുമുണ്ട്, വീഡിയോസിൽ കണ്ടിട്ടുമുണ്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. പക്ഷേ ഇത് രണ്ടും കൂടെ ഉള്ളൊരു കമ്പൈൻഡ് വേഷം നമ്മൾ കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു റെസിപ്പി വെച്ചാണ് നമ്മളിന്ന് നമ്മുടെ ബേക്കിംഗ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമ്മൾ 100 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കുക. അതിൽ കൊക്കോ പൗഡർ 5 ടീസ്പൂണും പിന്നെ നമ്മൾ 50 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ടും ആഡ് ചെയ്ത് നല്ലോണം മെൽറ്റ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് നമ്മളൊരു മുട്ട പൊട്ടിച്ചൊഴിക്കണം. എന്നിട്ട് നല്ലോണം വിസ്ക് ചെയ്ത് കമ്പൈൻ ചെയ്യുക. നല്ലോണം കമ്പൈൻ ചെയ്തതിന് ശേഷം ഒരു 2 to 3 ഡ്രോപ്സ് വാനില എസൻസ് ആഡ് ചെയ്യുക. അല്ലെങ്കിൽ 1 സ്പൂൺ ഓഫ് ആഡ് ചെയ്യുക. നിങ്ങളുടെ വാനില എസൻസിൻ്റെ എത്രത്തോളം ടേസ്റ്റ് സ്ട്രോങ് ആണ് അതിൻ്റെ അനുസരിച്ച് കുറയ്ക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 3 ഡ്രോപ്സ് ആഡ് ചെയ്യുന്നത്. ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലോണം അഗെയിൻ വിസ്ക് ചെയ്ത് കമ്പൈൻ ചെയ്യണം. വിസ്ക് ചെയ്ത് കഴിഞ്ഞ് അതായത് ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടണേ, ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി. ഓക്കെ, അടുത്ത് നമ്മൾ 60 ഗ്രാം ഓഫ് മൈദ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുന്നതിന് മുന്നേ അതിന് നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡ, പിഞ്ച് ഓഫ് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യണം, സോൾട്ടും ആഡ് ചെയ്യണം. എന്നിട്ട് സീവ് ചെയ്തെടുത്ത് കമ്പൈൻ ചെയ്യുക. ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടണം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് ചെയ്താൽ മതി, ഓവർ മിക്സ് ചെയ്യരുതേ. അപ്പോൾ നമുക്ക് അതൊരു സൈഡിൽ വെക്കാം. അടുത്തത് കുക്കീസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ. 100 ഗ്രാംസ് ബട്ടർ അഗെയിൻ എടുക്കണം, മെൽറ്റ് ചെയ്തെടുക്കണേ. മെൽറ്റ് ചെയ്ത് ബബിളൊക്കെ ആയതിന് ശേഷം നമ്മൾ 60 ഗ്രാംസ് ഓഫ് കാസ്റ്റർ ഷുഗറും അതുപോലെ തന്നെ 60 ഗ്രാംസ് ഓഫ് ബ്രൗൺ ഷുഗർ ഇടണം. എന്നിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക വിസ്ക് വെച്ച്. വിസ്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പൂൺ എടുത്താലും മതി കേട്ടോ. വിസ്ക് ആണെങ്കിൽ പെട്ടെന്ന് കമ്പൈൻ ചെയ്ത് കിട്ടും, അതുകൊണ്ടാണ് വിസ്ക് യൂസ് ചെയ്ത് ചെയ്യുന്നത്. ഇതേ സമയം ശ്രദ്ധിക്കുക, ഗ്യാസ് ലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വേണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ടേസ്റ്റ് ഒന്നും കാണില്ല, ബേൺഡ് ഒരു ടേസ്റ്റ് ആയിരിക്കും കാണുന്നത് ഷുഗറിൻ്റെ. നമുക്കിതൊന്ന് ജസ്റ്റ് ബട്ടറിൻ്റെ കൂടെ ഒന്ന് യോജിച്ച് മെൽറ്റായി കിട്ടണം, അത്രേ ഉള്ളൂ. കിട്ടിക്കഴിഞ്ഞ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടും. അത് പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ചൂടൊക്കെ പോയതിന് ശേഷം ഒരു മുട്ട ആഡ് ചെയ്യണം. എന്നിട്ട് അതും നല്ലോണം വിസ്ക് ചെയ്ത് കമ്പൈൻ ആക്കി എടുക്കുക ഷുഗറുമായിട്ട്. ഷുഗറിൻ്റെ ഒരു ആഡ് ചെയ്തിട്ട് ഒരു കോർണർ പോലും മിസ്സാക്കരുത്. എല്ലാ കോർണറും നല്ല രീതിയിൽ കവറപ്പ് ചെയ്ത് വിസ്ക് ചെയ്യുക. എഗ്ഗും ഷുഗറും കമ്പൈൻ ചെയ്യുക. ഒരു കാരമൽ സോസിൻ്റെ കളർ കിട്ടും. അതുപോലെ ലൂസും ആകും. അത്ര നേരം നിങ്ങൾ വിസ്ക് ചെയ്യണം. 5 മിനിറ്റ്സോളം ചെയ്യണം, മടി കാണിക്കരുത്. എന്നാലേ നമ്മുടെ കുക്കീസ് അത്രയും പെർഫെക്റ്റ് ടെക്സ്ചറും ടേസ്റ്റും കിട്ടുള്ളൂ. ഇത് വിസ്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി കിട്ടണം. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ബൗളിലോട്ട് മാറ്റണേ. മാറ്റിക്കഴിഞ്ഞ് നമ്മൾ ഇനി അഡീഷണൽ ഷുഗറൊന്നും ചേർക്കണ്ട. ഡയറക്റ്റ് 60 to 70 ഗ്രാം മൈദ ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു പിഞ്ച് ഓഫ് സോൾട്ടും പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യണം. ഇതെല്ലാം സീവ് ചെയ്തിട്ട് ആഡ് ചെയ്യണം. എങ്ങാനും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ബാറ്റർ ഭയങ്കര ലൂസ് കൺസിസ്റ്റൻസിയിലാണെങ്കിൽ ഒരു 10 ഗ്രാമോളം മൈദ ചേർക്കാം കേട്ടോ. അതിൽ കൂടുതൽ ചേർക്കരുതേ. ഞാനീ പറഞ്ഞ രീതിയിലെല്ലാം സ്റ്റെപ്പ് ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് എനിക്ക് കിട്ടിയ കൺസിസ്റ്റൻസി കിട്ടും. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മാത്രം മിക്സ് ചെയ്യുക. പക്ഷേ ഇടയ്ക്ക് മൈദ ചേർത്ത് കഴിഞ്ഞിട്ട് നല്ല രീതിയിലൊന്ന് ചുറ്റിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മാത്രം മിക്സ് ചെയ്തെടുക്കുക. അവിടെ ഇവിടെയൊക്കെ സ്പ്രെഡ് ആകുക, അതെല്ലാം നമ്മൾ അകത്തോട്ട് മിക്സ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ലാസ്റ്റിൽ അവിടെ ഇവിടെയും പൊടി ഇരുന്ന് അതെല്ലാം നമ്മൾ ഒഴിച്ച് കഴിയുമ്പോഴായിരിക്കും പൊടി മാതിരി ഇരുന്ന് അടി പിടിക്കും അതെല്ലാം. ഇനി ലാസ്റ്റിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഒരു ഫൈനൽ മിക്സ് കൂടെ കൊടുത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിക്കഴിയുമ്പം, പ്രിബണി കൺസിസ്റ്റൻസി കിട്ടിക്കഴിയുമ്പം നമ്മൾ ഗ്രേറ്റഡ് ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട് ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ, വേണ്ടവർ കുറച്ചുകൂടി ഇടാം. അധികം ഇടുന്നതിന് തെറ്റൊന്നുമില്ല കേട്ടോ. എനിക്ക് കുക്കീസിൽ അധികം ചോക്ലേറ്റ് ഇഷ്ടമല്ല. ഞാൻ അതിനു പകരം ബ്രൗണീസിൽ കുറച്ചധികം തന്നെ ചോക്കോ ചിപ്സ് ഇട്ടിട്ടുണ്ട്. അധികം ഒന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല.
ഒരു 1/2 മിനിറ്റ് മതി, അത്രയും മതി. ഓവർ മിക്സ് ആയി പോകും, അതുകൊണ്ടാണ്. ഇനി നമ്മൾ ബേക്കിംഗ് ട്രേയിൽ പാച്ച്മെൻറ്റ് പേപ്പർ വെച്ച് ലൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ലെയർ തന്നെ ഞാൻ ബ്രൗണീസിൻ്റെയാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം, പക്ഷേ ബ്രൗണീസിൻ്റെ കൺസിസ്റ്റൻസി ആയിരിക്കും കുറച്ചുകൂടെ തിക്ക്. അപ്പോൾ തിക്ക് കൺസിസ്റ്റൻസി താഴെ ഇരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അങ്ങനത്തെ രീതി ഒരു ലെയർ കൊടുത്തു. അത്യാവശ്യം ഒരു തിക്ക് ലെയർ, 3 സെൻറ്റിമീറ്ററോളം വരുന്ന ലെയറാണ്. അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ കുക്കീസിൻ്റെ ലെയറും വെച്ച് കൊടുത്തു. ഒരു കാര്യം ശ്രദ്ധിക്കുക, മേലെ വശം നല്ല ഡിസൈൻ രീതിയിൽ കിട്ടണം എന്നുള്ളവർ 1 സ്പൂൺ വീതം ബ്രൗണീസും കുക്കീസും മാറ്റി വെച്ചിരിക്കണേ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു രീതിയിൽ അത് ആഡ് ചെയ്തിട്ട് ടൂത്ത് പിക്ക് വെച്ച് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫൈനലി ബേക്ക് ചെയ്ത് കിട്ടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും മേളിൽ കാണാൻ. അത് മാത്രമല്ല കുക്കീസിൻ്റെയും ബ്രൗണീസിൻ്റെ ഒരു കമ്പൈൻഡ് വേർഷൻ ക്ലിങ്കി ടോപ്പ് കിട്ടും. നമുക്ക് നോർമലി ബ്രൗണി ബേക്ക് ചെയ്യുമ്പോൾ ഒരു ക്ലിങ്കി ടോപ്പ് കിട്ടും. അതുപോലെ തന്നെ ഇത് രണ്ടും കൂടി ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ക്ലിങ്കി ടോപ്പ് കിട്ടും. കാണാൻ നല്ല രസമായിരിക്കും. ഇത് നമുക്ക് 180 ഡിഗ്രി പ്രീ ഹീറ്റ് ഓവൻ ചെയ്തതിൽ വെക്കാം. ഇതിപ്പം 180 ഡിഗ്രിയിൽ 30 to 40 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കുക. ടെക്സ്ചർ കണ്ടല്ലോ, ഇങ്ങനത്തെ ഒരു ടെക്സ്ചറായിരിക്കും കിട്ടുന്നത്. ഞാനൊരു ബൈറ്റ് എടുത്തേ, ഒരു വലിയ ബൈറ്റായി പോയെന്ന് തോന്നുന്നു. ഓക്കെ, ബൈ, എൻജോയ്, ട്രൈ ചെയ്യണേ.